വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് CBSE 6ാം ക്ലാസ്സിലെ ക്യൂരിയോസിറ്റിയിലെ 1ാം ചാപ്റ്ററാണ്. നമുക്ക് പാഠത്തിലേക്കൊന്ന് പോകാം. ചാപ്റ്റർ 1, ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. ആസ് ഹ്യൂമൻ ബീയിങ്സ് വി ഹാവ് ഓൾവേസ് ബീൻ ക്യൂരിയസ് അബൌട്ട് അവർ സറൗണ്ടിങ്സ്. മനുഷ്യർ എന്നുള്ള നിലയിൽ ആസ് ഹ്യൂമൻ ബീയിങ്സ് വി ഹാവ് ഓൾവേസ് ബീൻ ക്യൂരിയസ് അബൌട്ട് അവർ സറൗണ്ടിങ്സ്. നാം നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് വളരെ ജിജ്ഞാസുക്കളാണ്. ക്യൂരിയസ് മീൻസ് ജിജ്ഞാസ. വി സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് അവർ സറൗണ്ടിങ്സ്. നാം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിക്കുന്നു. വി സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് അവർ സറൗണ്ടിങ്സ് ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് റൈറ്റ് ഫ്രം അവർ ചൈൽഡ്ഹുഡ്. ചെറുപ്പം മുതലേ തന്നെ നാം നമ്മുടെ ചുറ്റുപാടുകളെപ്പറ്റി മനസ്സിലാക്കുകയും അവയെപ്പറ്റി ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യാറുണ്ട്. Did you enjoy discovering and exploring the world around you in the preparatory stage of school? നിങ്ങളെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അറിയുന്നതിനും കണ്ടെത്തുന്നതിനും വളരെയധികം താല്പര്യം കാണിക്കാറില്ലേ? As you enter the middle stage, we will continue this fascinating journey. As you enter the middle stage, അല്പം കൂടി വളരുമ്പോഴേ വി വിൽ കണ്ടിന്യൂ ദ ഫാസിനേറ്റിംഗ് ജേർണി. നാം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടേ. എന്തിനു മനസ്സിലാക്കിക്കൊണ്ടേ? നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. ആൻഡ് ഫോർ ദാറ്റ് വി ഹാവ് എ ന്യൂ സബ്ജക്റ്റ്. ഇപ്പോഴേ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ സബ്ജക്റ്റ് ഉണ്ട്, സയൻസ്, ശാസ്ത്രം. വെൽക്കം ടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. ഈ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസിലേക്ക്, ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ ലോകത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വെൽക്കം ടു ദി വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. സയൻസ് ഈസ് എ വേ ഓഫ് തിങ്കിങ്, ഒബ്സർവിങ് ആൻഡ് ഡൂയിങ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വി ലീവ് ഇൻ. അതെ, ഒരു ചിന്താരീതിയാണെന്ന് മാത്രമല്ല, പിന്നെന്താണ്? ഒബ്സർവിങ്, നിരീക്ഷിക്കുക, ആൻഡ് ഡൂയിങ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ലോകത്തെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നിരീക്ഷണം നടത്തുക, മറ്റ് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ടു അൺകവർ ദ സീക്രട്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ അനാവരണം ചെയ്യുക എന്നുള്ളതാണ്. ടു അൺകവർ ദ സീക്രട്സ് ഓഫ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രകൃതിയുടെ രഹസ്യങ്ങളെ അനാവരണം ചെയ്യുക, അതാണ് സയൻസിൻ്റെ ഉദ്ദേശം തന്നെ. തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ബിഗ് അഡ്വഞ്ചർ. ഇതൊരു വലിയ സാഹസികതയാണെന്ന് തന്നെ വിചാരിക്കുക. വി ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എക്സ്പ്ലോർ ദ വേൾഡ്. ലോകത്തിലെ പല കാര്യങ്ങളും കണ്ടെത്തും. എക്സ്പ്ലോർ ദ വേൾഡ് ആൻഡ് ടു ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് വർക്ക്. എന്നിട്ട് കാര്യങ്ങളെങ്ങനെ നടന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫോർ ദിസ്, ഇതിനു വേണ്ടിയിട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ഹാവ് ക്യൂരിയോസിറ്റി. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ജിജ്ഞാസയാണ്, അറിയാനുള്ള ആഗ്രഹം. വിച്ച് ഈസ് വെയർ ദ ടൈറ്റിൽ ഓഫ് ദിസ് ബുക്ക് കംസ് ഫ്രം. ഇതിൽ നിന്നാണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റിൻ്റെ പേര് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പേര്? ക്യൂരിയോസിറ്റി. വെദർ ഇറ്റ് ഈസ് സ്റ്റഡിയിങ് ടൈനി ഗ്രെയിൻസ് ഓഫ് സാൻഡ് ഓർ മാസീവ് മൗണ്ടൻസ് ഓർ എ ലീഫ് ഓഫ് ഗ്രാസ് ഓർ എ വാസ്റ്റ് ഫോറസ്റ്റ്, ദർ ഈസ് ഓൾവേസ് സംതിങ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് ടു ഡിസ്കവർ. വെദർ ഇറ്റ് ഈസ് സ്റ്റഡിയിങ് ടൈനി ഗ്രെയിൻസ്, ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്നത് ചെറിയൊരു ധാന്യത്തെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ധാന്യങ്ങളെ പറ്റിയായിരിക്കാം. വെദർ ഇറ്റ് ഈസ് സ്റ്റഡിയിങ് ടൈനി ഗ്രെയിൻസ് ഓർ സാൻഡ്, അല്ലെ മണലിനെ പറ്റിയായിരിക്കാം, മണ്ണിനെ പറ്റിയായിരിക്കാം പഠിക്കുന്നത്. ഓർ മാസീവ് മൗണ്ടൻസ്, അല്ലെ വലിയ പർവ്വതങ്ങളെ പറ്റിയായിരിക്കാം പഠിക്കുന്നത്. എ ലീഫ് ഓഫ് ഗ്രാസ്, ഒരു ചെറിയ പുൽത്തുണ്ടിനെ പറ്റിയോ. ഓർ എ വാസ്റ്റ് ഫോറസ്റ്റ്, അല്ലെങ്കിൽ ഒരു വലിയ വനത്തെ പറ്റിയായിരിക്കാം പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെ പറ്റിയൊക്കെ ആയിരിക്കാം പഠിക്കുന്നത്? ചിലപ്പോൾ ചെറിയ ഗ്രെയിൻസിനെ പറ്റിയായിരിക്കാം പഠിക്കുന്നത്, അല്ലെങ്കിൽ ധാന്യങ്ങളെ പറ്റി. ഓർ സാൻഡ്, അല്ലെ മണ്ണിനെ പറ്റി, മണലിനെ പറ്റി. ഓർ മാസീവ് മൗണ്ടൻസ്, വലിയ പർവ്വതങ്ങളെ പറ്റി. എ ലീഫ് ഓഫ് ഗ്രാസ് ഓർ എ വാസ്റ്റ് ഫോറസ്റ്റ്, ഒരു ചെറിയ പുൽത്തുണ്ടിനെ പറ്റിയോ ഒരു വലിയ വനത്തെ പറ്റിയായിരിക്കാം പഠിക്കുന്നത്. ദർ ഈസ് ഓൾവേസ് സംതിങ് ന്യൂ. അപ്പോഴും എന്തോ ഒരു പുതുമ അവയുണ്ട്. സംതിങ് ന്യൂ, കണ്ടെത്താനുള്ളൊരു കാര്യമുണ്ടല്ലേ, ഒരു പുതുമ. ആ പുതുമ മാത്രമേ ഉള്ളൂ, അല്ല, സംതിങ് എക്സൈറ്റിംഗ് ടു ഡിസ്കവർ. കണ്ടെത്താൻ ആഗ്രഹം തരുന്ന എന്തോ ഒന്നുണ്ട്, എക്സൈറ്റിംഗ് ആയിരിക്കുന്നത് എന്തോ ഒരു കാര്യം അതിലുണ്ട്. ഹാവ് യു എവർ ലുക്ക്ഡ് അപ്പ് അറ്റ് ദ നൈറ്റ് സ്കൈ? നിങ്ങൾ എപ്പോഴെങ്കിലും
രാത്രികാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ഹാവ് യു എവർ ലുക്ക്ഡ് അപ്പ് അറ്റ് ദ നൈറ്റ് സ്കൈ ആൻഡ് വണ്ടർഡ് വൈ ദ സ്റ്റാർസ് ഷൈൻ? എന്നിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടോ? ആൻഡ് വണ്ടർഡ് വൈ ദ സ്റ്റാർസ് ഷൈൻ? എന്തുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടോ? ഓർ വാട്ട്സ് ദ ഫ്ലവർ ബ്ലൂം? അല്ലെങ്കിൽ പൂക്കൾ വിരിയുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആൻഡ് വണ്ടേർഡ് ഹൗ ഇറ്റ് നോസ് വെൻ ടു ഓപ്പൺ? ഈ പൂക്കൾക്ക് അത് വിരിയാനുള്ള സമയം എങ്ങനെ അറിയാമെന്നുള്ള കാര്യം ഓർത്ത് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയരുതോ, വെളുത്ത പുഷ്പങ്ങളെല്ലാം വിരിയുന്നത് രാത്രിയിലാണ്. ഹെബിസ്കസ് അല്ലെങ്കിൽ ഷൂ ഫ്ലവർ പ്ലാന്റ്, ചെമ്പരത്തിപ്പൂവ് വിരിയുന്നത് പ്രഭാതത്തിലാണ്. 10 മണിപ്പൂക്കൾ വിരിയുന്നത് രാവിലെ 10 മണിക്കും. ഇപ്രകാരം ഓരോ പൂക്കൾക്കും അറിയാം അവ എപ്പോഴാണ് വിരിയേണ്ടതെന്ന്. അതോർത്ത് നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടില്ലേ? ദീസ് ആർ ജസ്റ്റ് എ ഫ്യൂ ഓഫ് മെനി മിസ്റ്ററീസ്. ഇത് അനേക ദുരൂഹതകളിൽ ചിലത് മാത്രമാണ്. ദാറ്റ് സയൻസ് ഹെൽപ്സ് ആസ് ടു അണ്ടർസ്റ്റാൻഡ്. സയൻസ് നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്ന ചില കാര്യങ്ങളാണ് ഇവയൊക്കെ, ഈ പറഞ്ഞവയൊക്കെ. ദ മോസ്റ്റ് വണ്ടർഫുൾ തിങ് അബൌട്ട് ദ സയൻസ് ഈസ് ദാറ്റ്, ഏറ്റവും അത്ഭുതകരമായ കാര്യം സയൻസിനെ പറ്റി ഇതാണ്. എന്താണ്? ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എവരിവെയർ. അതെല്ലായിടത്തും ഉണ്ട്. ഫ്രം ദി ഡെപ്ത് ഓഫ് ദി ഓഷ്യൻ ടു ദി വാസ്റ്റ്നെസ് ഓഫ് ഔട്ടർ സ്പേസ്. കടലിൻ്റെ ആഴങ്ങൾ മുതലേ, അല്ലെ സമുദ്രത്തിൻ്റെ ആഴങ്ങൾ മുതലേ ഔട്ടർ സ്പേസിൻ്റെ വിശാലത വരെ, ബഹിരാകാശത്തിൻ്റെ വിശാലത വരെ. ഫ്രം വാട്ട് ഈസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ, അടുക്കളയിൽ എന്താ പാചകം ചെയ്യുന്നത് അത് മുതൽ, ടു വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദി പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നതുവരെ. അപ്പോൾ സയൻസ് എവിടെ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്? എവിടെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? കടലിൻ്റെ ആഴങ്ങൾ മുതൽ ബഹിരാകാശത്തിൻ്റെ വിശാലത വരെ. അതുപോലെ തന്നെ അടുക്കളയിൽ എന്താണ് പാകം ചെയ്യുന്നത് അവിടെ മുതൽ പ്ലേ ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ നടക്കുന്നു എന്നതുവരെ ഈ പറയുന്ന സയൻസിലുണ്ട്. സം ഓഫ് ദ മോസ്റ്റ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറീസ് ഹാവ് ഓഫൺ കം ഫ്രം അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ്. ഗ്രൗണ്ട് ബ്രേക്കിംഗ് മീൻസ് സംതിങ് ദാറ്റ് ഈസ് ന്യൂ, സംതിങ് കംപ്ലീറ്റ്ലി ന്യൂ. പുതുമയാർന്ന പല കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ളത് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ചിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത് ആദ്യം ഒന്ന് ഡെസേർട്ടാണ്, പിന്നീട് ഒരു തീരപ്രദേശം, ഒരു കടൽ തീരം, പിന്നെയോ അണ്ടർ വാട്ടർ വ്യൂ ഓഫ് അൻ ഓഷ്യൻ, കടലിൻ്റെ സമുദ്രത്തിൻ്റെ അടിത്തട്ട്, പിന്നെ കാണിക്കുന്ന ഗാലക്സി. ഇവിടെയൊക്കെ സയൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് സയൻസിൻ്റെ പിന്തുണ വേണം. സയൻസ് ഈസ് ലൈക്ക് എ ജയൻറ്റ് ആൻഡ് അൺഎൻഡിങ് ജിക്സോ പസിൽ. സയൻസ് ഒരു വലിയ ജിക്സോ പസിലാണ്, ഒരു അൺഎൻഡിങ് ജിക്സോ പസിലാണ് എന്ന് പറഞ്ഞാൽ വലിയ ബ്രെയിൻ ടീസറാണ്. എവറി ന്യൂ ഡിസ്കവറി വി മേക്ക് ആഡ്സ് അനദർ പീസ് ടു ദാറ്റ് പസിൽ. ഓരോ കണ്ടുപിടുത്തങ്ങളും പഴയ കണ്ടുപിടുത്തങ്ങളോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വയ്ക്കും. ആൻഡ് യു നോ ദി ബെസ്റ്റ് തിങ് അബൌട്ട് ദിസ് പസിൽ, ഈ പസിലിൻ്റെ ഏറ്റവും രസകരമായ ഏറ്റവും ബെസ്റ്റ് തിങ് എന്താണ്? ദർ ഇസ് നോ ലിമിറ്റ് ടു വാട്ട് വി ക്യാൻ ഡിസ്കവർ. നമുക്ക് ആവുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റില്ല, ഒരു അതിരില്ല, അതിർവരമ്പുകളില്ല. സിൻസ് എവറി ന്യൂ പീസ് ഓഫ് നോളജ് ലീഡ്സ് ടു മോർ ക്വസ്റ്റ്യൻസ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ ചോദ്യങ്ങൾ ഉയർത്തും. ആൻഡ് മോർ തിങ്സ് ടു ഫൈൻഡ് ഔട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. സംടൈംസ്, ചിലപ്പോൾ വി ഫൈൻഡ് ദാറ്റ് എ പീസ് ഓഫ് ദിസ് പസിൽ ഹാസ് ബീൻ പുട്ട് ഇൻ ദ റോങ് പ്ലേസ്. ചിലപ്പോൾ നമുക്ക് തോന്നും ദിസ് പസിൽ ഹാസ് ബീൻ പുട്ട് ഇൻ ദ റോങ് പ്ലേസ്, ഈ പസിൽ ഒരു തെറ്റായ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നതെന്ന്. ആൻഡ് നീഡ്സ് ടു ബി മൂവ്ഡ്, അത് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് നീക്കണമെന്ന് നമുക്ക് തോന്നും. ന്യൂ ഡിസ്കവറീസ് ഓഫൺ ചേഞ്ച് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. ലോകത്തെ പറ്റിയുള്ള നമ്മുടെ മനസ്സിലാക്കലുകൾക്ക് അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാകുന്നു. ന്യൂ ഡിസ്കവറീസ് ഓഫൺ ചേഞ്ചസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പം ലോകത്തെപ്പറ്റി പുതിയ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആസ് യു ഗോ ത്രൂ ദിസ് ബുക്ക്, ഈ ബുക്കിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോഴേ യു വിൽ എൻകൗണ്ടർ ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ്. നിങ്ങൾക്ക് പല രസകരമായ ആശയങ്ങളും കിട്ടും. ഡൂ സം തോട്ട് പ്രൊവോക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്. ചിന്തകളെ ഉദ്ദീപിക്കുന്ന പല എക്സ്പെരിമെൻറ്റ്സും നിങ്ങൾ ചെയ്യുക. ആൻഡ് സീ how some of what we will find out is useful in our daily lives.
എങ്ങനെയാണ് ഈ കണ്ടെത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക.